ഗായ്സ്, ഇറ്റ്സ് മീ സത്യ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന വണ്ടിയിലായിരിക്കും പോകുന്നത്. വണ്ടിയിലല്ല കേട്ടോ പോകുന്നത്, നടന്നാണ് പോകുന്നത്. ഭയങ്കര വെയിലായിരുന്നു. മിക്കവാറും ഇതിനകത്ത് കാണാൻ ചാൻസ് ഇനി ഇരുട്ടായിരിക്കും. ഭയങ്കര മുട്ട വെയിൽ നടക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. അടി പേപ്പർ ഉണ്ടോ? എത്ര കിലോ? ഇപ്പൊ പറ്റത്തില്ല, എനിക്ക് ഒരുപാട് തിരക്കുണ്ട്. എന്നല്ല എനിക്കൊരു സ്വീറ്റിനെ വാങ്ങിച്ചു കൊടുത്തരാൻ പറഞ്ഞപ്പോ എന്തുവാ പറഞ്ഞേ? പ്രതികാരം അത് വീട്ടാനുള്ളത്. പെണ്ണിന് തിരക്കാണ്. ഒരു തിരക്കുമില്ല, എനിക്ക് തിരക്കില്ല. വെറുതെ ഇരിക്കും, എന്നാലും പിടിച്ചു കൊടുക്കത്തില്ല. കാരണം പ്രതികാരം അത് വീട്ടാനുള്ളതാ. ഇത് നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് കുഴക്കട്ടയായിരുന്നു കേട്ടോ. അരി വെച്ചുള്ള കുഴക്കട്ട, ഉള്ളിൽ ശർക്കരയാണ് വെച്ചേക്കുന്നത്, പഞ്ചസാരയല്ല. ഇത് രണ്ടെണ്ണേ ഉള്ളൂ, എൻ്റേത് മാത്രമായിരിക്കുന്നു കേട്ടോ. ബാക്കി എല്ലാവരും വീട്ടിൽ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിനി ഉച്ചയ്ക്കത്തെ ഊണ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഉടുപ്പൊക്കെ മാറി വേറെ വീട്ടിലിരുന്ന് ഉടുപ്പൊക്കെ എടുത്തിട്ടു. പിന്നെ കാറൊന്ന് തുടയ്ക്കാമെന്ന് വെച്ചു കേട്ടോ. കാരണം തൊട്ടടം എല്ലാം പൊടി. പിന്നെ ഭയങ്കര എനിക്ക് മടിയായിട്ട് ഞാൻ ആ പകുതിക്ക് ഇട്ടിഞ്ഞ് പോകുന്നു. ഞാൻ മേടിക്കണോ? അങ്ങനെ നമുക്ക് 4 പേർക്കുള്ള ചോറൊക്കെ വാങ്ങിച്ച് സാമ്പാറുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു, പരിപ്പുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. പപ്പടം ആക്ച്വലി നമ്മൾ ഇങ്ങനെ പുറത്തുനിന്നൊക്കെ സദ്യയൊക്കെ കിട്ടുന്ന സമയത്തും അമ്പലത്തിൽ സപ്താഹത്തിന് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പപ്പടം ഉണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ വാങ്ങിയ പപ്പടത്തിന് വേറൊരു ടേസ്റ്റാണ്, ഇത് വേറെ ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് രണ്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ തോന്നുന്നത്? എനിക്ക് ഈ പുറത്തുനിന്ന് കിട്ടുന്ന പപ്പടം ഉണ്ടല്ലോ, ഈ സദ്യക്കൊക്കെ നമുക്ക് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചു. അണ്ണൻ പക്ഷേ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചായിരുന്നു കേട്ടോ. അണ്ണന് വേണ്ടിയിട്ടും ഉള്ളത് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. ഇനിയിപ്പോൾ വൈകിട്ട് കൊടുക്കാം. എന്തായാലും സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് ഞങ്ങളുടെ ഇവിടെ ഒരു ഗുരുമന്ദിരമുണ്ട്. അപ്പോൾ ഗുരുമന്ദിരത്തിലെ പ്രതിഷ്ഠാ വാർഷികമായിരുന്നു ഇന്ന്. അതിൻ്റെ സദ്യയും പരിപാടികളും ഒക്കെയാണ് നമ്മൾ ഈ കണ്ടത്. ഇനി വൈകിട്ട് നേരത്തെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഫുള്ള് അമ്പലവും ഫുഡും കാര്യങ്ങളും ഇങ്ങനത്തെ ഒരു രീതിയിലാണ് കേട്ടോ ഇന്ന് ഉച്ചവരെ നമ്മുടെ കാര്യങ്ങളൊക്കെ എൻ്റെ പോയത്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ അമ്മ വിളിച്ചുകൊണ്ട് പോയിട്ട് 2-3 റീൽസൊക്കെ എടുത്തു. പക്ഷേ കൊള്ളത്തില്ലായിരുന്നു. ഒന്ന് ഭയങ്കര വെയിലായതുകൊണ്ട് എന്നെ അതിനകത്ത് കാണാൻ പോയില്ല, അതുപാടെ കരിഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്തു. അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാമേ. ടാറ്റാ.